Yo, what's up, guys? Welcome back to another YouTube video here today, guys. ഇന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല എങ്കിൽ ഞാൻ കുറേ ഗെയിം ഞാൻ വീഡിയോ ലേറ്റ് ആകാൻ കാരണം വേറെ നല്ല എനിക്ക് ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല ഈ ഒരു സംഭവം ഇതിൻ്റെ ഗെയിം ഇടാൻ. പക്ഷേ ഐ മീൻ പക്ഷെ എന്താണ് ഇത് ഹെഡ് ഷോട്ടിൻ്റെ ഈ ഒരു ഇതില്ലേ എന്താണ് എന്തിരിത് നാക്കങ്ങോട്ട് പഴിക്കില്ലല്ലോ. ഈ ഒരു വീഡിയോൻ്റെ എന്താണ് ഹെഡ് ഷോട്ട് ട്രിക്ക് ഇടണ ആ ഇതിൻ്റെ പാർട്ടിൻ്റെ സീരിയസ് ആയിട്ട് ഇന്നിടാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു. ബട്ട് ഞാൻ കുറേ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ എന്താ പറയുക അത് നോക്കി ഗെയിംസ് ഏത് നല്ലൊരു ഗെയിം പെട്ടെന്നുള്ളതായതുകൊണ്ട് അത്ര നല്ല ഗെയിം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ എന്താ വിചാരിച്ച് എന്തായാലും എനിവേ ഗൈസ് ഇതിൻ്റെ പാർട്ട് 3 ഇടാന്നുള്ളത് ആ രീതിയിലാക്കിയിട്ട് ഞാൻ വിചാരിച്ച് ഇപ്പോൾ ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഇത് പാർട്ട് 3 എന്തായിരിക്കും എന്ന് വെച്ചാൽ ഫോണിൻ്റെ സെറ്റിങ്സ് ആണ് ഗൈസ്. അപ്പോൾ ഫോണിൻ്റെ സെറ്റിങ്സ് കുറച്ച് പ്രശ്നമാണ്. എന്താ വെച്ചാൽ നിങ്ങൾ അത്യാവശ്യം സമയം എടുത്തിട്ട് വേണം ചെയ്യാൻ, നോക്കി പോയി ഒക്കെ ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പ് ഗൈസ് നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. കണ്ടിട്ടാട്ടോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒക്കെ ചെയ്യണം ഗൈസ്. പോവാം, നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ ഒരു ഫോണിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഡെവലപ്പർ ഓപ്ഷനിൽ പോയിട്ട് ചെയ്യണത് ഒരു ബേസിക് കാര്യമാണ്. നിങ്ങളിപ്പോൾ പൈസ കൊടുത്ത് മേടിക്കേണ്ട സെൻസിൻ്റെ അത്ര ഒന്നും പ്രതീക്ഷിക്കുക വേണ്ട ഗൈസ്, ഒരു അംശമൊക്കെ ഉണ്ടാവുള്ളൂ എന്തായാലും. അപ്പോൾ ഗൈസ് നിങ്ങൾ എന്തായാലും വീഡിയോ ഇരുന്ന് കാണാം. ഇത് ഫ്രീ ആയിട്ട് കിട്ടണമല്ല, അപ്പോൾ അത്യാവശ്യം അടിപൊളി ഡീസൻ്റ് ഫ്രീ ആയിട്ട് കിട്ടണമെന്ന് വെച്ച് നോക്കുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടില്ല ഗൈസ്. അപ്പോൾ ബെറ്ററാണിത് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ സെറ്റിങ്സിൽ കയറി ആണ് സെറ്റിങ്സിലുള്ള സംഭവമുള്ളൂ മെയിൻ പരിപാടി. അപ്പോൾ നിങ്ങൾ ആദ്യം ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആക്കണം. അതിന് നിങ്ങൾ എന്താ പറയുക ഈ സാധനം MIU വേർഷൻ ആൻഡ്രോയിഡ് വേർഷൻ ഇതൊന്നുമില്ല, സോറി. ഈ ഒരു വേർഷൻ്റെ ഈ സംഭവത്തിൽ കുറേ പ്രാവശ്യം നിൽക്കിയാൽ ഡെവലപ്പർ ആവും. ഏകദേശം 5-6 തവണ നിൽക്കുക തന്നെ ആവും തോന്നുന്നു. പിന്നെ നിങ്ങൾ അഡീഷണൽ സെറ്റിങ്സ് പോയിട്ട് ഏറ്റവും താഴെ കയറ്റി കാണാം ഡെവലപ്പർ ഓപ്ഷന്. അപ്പോൾ ഇതിലുള്ള കുറച്ച് പരിപാടികളാണ്. എനിവേ ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിലുള്ള ഒരു മിനിറ്റ് കുറേ മുന്നേ ചെയ്ത ഈ സാധനം ഞാൻ ഷവോമി ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരോട്, പോക്കോ, റെഡ്മി, MI ആ ഫോൺസൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഓഫാക്കി വെക്കാനാണ്. ആനിമേഷൻ സ്കെയില് അല്ല ആനിമേഷന് ആനിമേഷൻ സ്കെയില്, ട്രാൻസിഷൻ ആ സാധനമൊക്കെ ഓഫാക്കി വെച്ചാൽ. ബാക്കിയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ആനിമേഷൻ 0.5 എല്ലും ഈ 3 0.5 മറ്റേ ഷവോമി ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഓഫാക്കി വെച്ചാൽ. ഞാനൊക്കെ ഇപ്പോൾ ഓഫാക്കി വെച്ചത് കാരണം എൻ്റെ ആനിമേഷൻ സ്കെയില് അല്ല എൻ്റെ ഫോൺ പറഞ്ഞാൽ ഷവോമി ഫോണാണ്, റെഡ്മി 9. ഓക്കെ, ഇനി പിന്നുള്ളത് എന്താ വെച്ചാൽ സ്മോളസ്റ്റ് വിഡ്ത്ത് എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു സ്മോളസ്റ്റ് വിഡ്ത്താണ് മെയിനായിട്ട്. ഡീപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഗെയിമിൽ പോയിട്ട് ട്രെയിനിങ് പോയിട്ട് നിങ്ങൾ മറ്റേ ട്രെയിനിലുള്ള ബോട്ടിനെ അടിച്ച് നോക്കാം. നിങ്ങൾ ഡ്രാഗ് ചെയ്യുമ്പോൾ ഓവറായിട്ട് ഡ്രാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീപ്പ് ചെയ്യുന്ന കുറച്ചേക്കാം. പിന്നെ ഓവറായിട്ട് കയറില്ല, ഇപ്പോൾ ബോഡിയിൽ ലോക്ക് നിൽക്കണം. കൂടുതൽ ഡ്രാഗ് ചെയ്യുമ്പോഴും തലക്കങ്ങോട്ട് ഡ്രാഗ് ആവണില്ല. ബോഡിയിൽ ആ ചെസ്റ്റുമേലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ ലോക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ കൂട്ടിയിടാൻ നോക്കാം. ഓക്കെ, കൂട്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് അത് ഗൈസ് നിങ്ങൾ ശ്രദ്ധിക്കണോട്ടോ. അത് എൻ്റെ ഫോണിലുള്ള ഒരു പ്രശ്നമാണ്, നിങ്ങളുടെ ഫോണിലുണ്ടോയെന്ന് അറിയില്ല. ഈ ഒരു സാധനം എന്താ പറയുക ഫോഴ്സ് ഈ സാധനമില്ലേ അതൊന്ന് ഓണാക്കി വെച്ചാൽ മതി. അതെ, ഞാൻ ഇടയ്ക്ക് നോക്കുമ്പോൾ ഉണ്ടാവും ഓഫായി കിടക്കണേ. ഇപ്പോൾ നോക്കിയപ്പോൾ ഓഫായി കിടക്കണേ, അതൊന്ന് ഓണാക്കി വെക്കണ്ടി. പിന്നെയുള്ള എന്താണെന്ന് വെച്ചാൽ അതേപോലെ തന്നെ ഈ ലോങ് ബഫർ സൈസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതെന്ന് പറഞ്ഞാൽ അത് ഓഫായിരിക്കും മിക്ക ആൾക്കാരും. അതല്ലെങ്കിൽ 64 KB ആ ഒരു സംഭവത്തിലേക്ക് അത് നമ്മൾ 8 MB ആക്കാം. പിന്നെ ഗ്രാഫിക്സ് ഡ്രൈവർ പ്രിഫറൻസിൽ നമ്മൾ പോയിട്ട് എഫ്എഫിൻ്റെതാ ഡിഫോൾട്ട് സിസ്റ്റം ഗ്രാഫിക്സ് ഡ്രൈവർ ആക്കാം. ടോക്ക് ബാക്ക് എന്നുള്ള ആരത്തിൽ കയറിയിട്ട് ടോക്ക് ബാക്കിൽ സെറ്റിങ്സ് പോവാം. ടോക്ക് ബാക്കിൽ സെറ്റിങ്സ് പോയിട്ട് ഈ ഒരു വെർബോസിറ്റി ഇല്ലേ ഗൈസ്, സോറി ഫോൺ ഇടയ്ക്ക് ലാഗ് അടിക്കുന്നുണ്ട്. വെർബോസിറ്റിയിൽ ഈ ചൂസ് പ്രീസെറ്റ് എന്നുള്ളത്
ലോ ആക്കി വെക്കാം. ഓക്കെ, മിക്കവാറും എനിക്ക് തോന്നുന്നത് കസ്റ്റമാണ് തോന്നുന്നത്. കസ്റ്റം ലോ ആക്കി വെക്കാം. ഓക്കെ, പിന്നെന്താണെന്ന് വെച്ചാൽ കസ്റ്റമൈസ് ജസ്റ്റ് ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ നോക്കി വെച്ചോളൂ ഗൈസ്. ഞാൻ ഇതൊരു ഇതിൽ കയറിയിട്ട് ഓരോന്ന് ഈ സംഭവം ഇല്ല, ടാപ്പ് ടു അസൈൻ എന്നുള്ളതാണ്. ഇത് നോക്കിക്കോളൂ ഗൈസ്. ഞാനൊന്ന് മെല്ലെ നിങ്ങൾ ആണെങ്കിൽ 0.5 ഇട്ടാണ്ട് നോക്കി വെച്ചോളി. ഈ സംഭവങ്ങളൊക്കെ ഇതേപോലെ ആക്കി വെച്ചേക്കാം. ഓക്കെ, 3 ഫിംഗർ 4 ഫിംഗർ ഇതൊക്കെ ഉള്ളത് ഈ കസ്റ്റം ജസ്റ്റർ നിങ്ങൾ 3 സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എങ്ങനെ വെച്ചാൽ അങ്ങനെ ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെയുള്ള ലാസ്റ്റ് സംഭവം എന്ന് വെച്ചാൽ പോയിൻ്റർ സ്പീഡാണ്. പോയിൻ്റർ സ്പീഡ് കാണിച്ചു തരാം. പോയിൻ്റർ സ്പീഡ് എന്നുള്ളത് പോയിട്ട് അടിക്കാം. ഈ ഒരു പോയിൻ്റർ സ്പീഡ് ഫുള്ളാക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു എന്താണ് ഈ സംഭവം, ഈ സെറ്റിങ്സിൻ്റെ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് മിക്കവാറും ഇത് ഭയങ്കര യൂസ്ഫുള്ളായുള്ള സംഭവമാണ്. ഇത് ബേസിക് കാര്യമാണ്. നിങ്ങൾക്ക് നല്ലൊരു സെൻസ് ഈ കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പോയിൻ്റർ സ്പീഡിൻ്റെ ഒരു കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു ബേസിക് കാര്യം തന്നെ ഉള്ളത് ഈ ഒരു വീഡിയോയിലുള്ളത്. കാരണം ഇത് ഫ്രീ ആയിട്ടുള്ള സംഭവമാണ്. എൻ്റെ കയ്യിൽ പെയ്ഡ് സെൻസ് ഇല്ല. ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് കളിക്കുന്നത്. സെൻസൈൻ്റെ അത്ര വലിയ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ബട്ട് സെൻസൈ വെച്ചിട്ട് നല്ല രീതിയിൽ കളിക്കാം. ഒരു നോർമൽ പ്ലേയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരേ കളിക്കാം. പക്ഷേ പൈസ പൊട്ടിക്കണം എന്നുള്ളതിന് ഞാൻ അത്ര വലിയ യോജിപ്പില്ല പൈസ. ഞാൻ അത്ര വലിയ പൈസ പൊട്ടിച്ചിട്ടില്ല എൻ്റെ ഇതിൽ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾ മാക്സിമം ഈ ഒരു ബേസിക് സെൻസ് വെച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ സെറ്റിങ്സ് സെൻസിറ്റീവിനായിട്ട് മെയിൻ സംഭവം ഏറ്റവും വലിയ മെയിനാണ്. സെൻസൈയൊക്കെ ഒരു 25 വെച്ചിട്ട് 50% ആണ് ഇത് രണ്ടും. ബാക്കിയുള്ള 50% എന്ന് പറഞ്ഞാൽ ഡ്രാഗ് ടൈപ്പാണ്. ഡ്രാഗ് ടൈപ്പിൻ്റെ വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ട്. ഡ്രാഗ് ടൈപ്പ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. വേണമെങ്കിൽ ഡ്രാഗ് ടൈപ്പിൻ്റെ ആ സംഭവം ഒന്ന് പോയി നോക്കാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നാളെ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഹെഡ് ഷോട്ട് ട്രിക്കിൻ്റെ ഒരു ഫുള്ളും കഴിയും. നാളെ ഞാൻ പറഞ്ഞ കേസ് ചിലപ്പോൾ നല്ലൊരു ഗെയിം ഇട്ടാണ് മിക്കവാറും ആ ഗെയിമിൻ്റെ വീഡിയോ ഗെയിം പ്ലേ വീഡിയോ ഇടാൻ ചാൻസ്. അതിലെൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയുള്ള എന്തെങ്കിലും ഗെയിമുള്ള ഫ്രണ്ട് ആയിട്ട് കളിക്കുന്ന ഒരു ഗെയിം പ്ലേക്ക് ഇടാൻ ചാൻസ്. അതും അല്ലെങ്കിൽ മാത്രമാണ് ഞാൻ ഈ ഹെഡ് ഷോട്ടിൻ്റെ ഒരു വീഡിയോ ട്രിക്ക് ഇടുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഓക്കെ.